ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. വചനം പറയുകയാണ്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. ജാതികളായിരുന്നു നമ്മൾ, ദൈവത്തെ അനുസരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് പ്രവേശിച്ചു? അവരുടെ അനുസരണക്കേട്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ അനുസരണക്കേട്, നമ്മുടെ അനുസരണക്കേട് നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ അനുസരണക്കേട് നമുക്ക് നന്മയായിട്ട് മാറുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. അവരനുസരിക്കാത്തത് നമുക്കിപ്പോൾ കരുണയായി. അത് പ്രിയരെ, വാസ്തവത്തിൽ നമ്മൾ നേരെ ആയതുകൊണ്ടോ നമ്മുടെ നല്ല നടപ്പ് കൊണ്ടോ അല്ല. നമ്മൾ അറ്റ് പ്രസൻറ്റും അനുസരണം കെട്ടവരാണ്. പിന്നെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ഈ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അടുത്ത ഭാഗം പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഇവിടെ പറയുന്നു, ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ സ്വഭാവം കണ്ടിട്ടോ നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടോ ഒന്നുമല്ല. നമ്മൾ അനുസരണം കെട്ടവർ തന്നെയായിരുന്നു. നമുക്ക് ഒരു ക്വാളിറ്റി എടുത്തു പറയാനായിട്ടില്ല. പക്ഷേ അവിടെയാണ് പ്രിയരെ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വന്നത്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഇറങ്ങി വന്നത്. ജീവിതത്തിനകത്ത് തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ വീണ്ടും അടുത്ത ഭാഗം പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അവരിപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ത് തന്നെയായിരിക്കുന്നു? അനുസരിക്കാതിരിക്കുന്നു. എന്നാൽ ആ ഭാഗം പൗലോസ് വീണ്ടും പറയുന്നത്, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ദൈവത്തോട് വന്നിരുന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും റൈറ്റില്ല. വചനം പറയുകയാണ്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകം സാത്താൻ്റെ അധീനതയിലാണ്. ഈ പാപം നിറഞ്ഞു കിടക്കുന്ന ലോകത്തിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ ക്രൂശിൻ്റെ ചുവട് മാത്രമേ ഉള്ളൂ. ആ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് കരഞ്ഞ്, കർത്താവേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ ദയ എന്നെ ചുറ്റിക്കൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരോട് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ഞെളിയാതെ ഭയപ്പെടാൻ ഒരു ഭാഗത്ത് വചനം പറയുന്നത് പോലെ അർഹതയില്ലാതെ കിട്ടിയ ആ കരുണ, ആ ദയ, അതിനെ മുറുകെ പിടിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.